ഹലോ മുത്തുമണീസ്, എന്നാണ്ട് വിശേഷം? ഇന്നിവിടെ വീക്കെൻഡാണ് കേട്ടോ. വീക്കെൻഡിൽ എന്നെ പണലാമ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തകർപ്പൻ ഫിഷ് പിക്കിൾ അങ്ങിട്ടേക്കാം. പിക്കിൾ ഉണ്ടാക്കാനുള്ള നമ്മുടെ 1 കിലോ ട്യൂണ നൈസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായി കഴുകി വാരുക. അതിനുശേഷം നമ്മുടെ സ്ഥിരം 3 പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ശേഷം കുറച്ച് വിനേഗർ കൂടി ചേർത്ത് നന്നായി മസാജ് ചെയ്തെടുക്കുക. നല്ലപോലെ മസാജ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ട്യൂണക്കുട്ടിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിൽ വരണം. കണ്ടോ? ഇനി മസാല തയ്യാറാക്കും ഗായ്സ്. പാൻ ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകുവറ വിത്ത് സം ഉലുവാസ്. എങ്ങനെയുണ്ട്? അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രഷ് ആയിരിക്കണം കേട്ടോ. അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നല്ലപോലെ അതിൻ്റെ സത്തൊക്കെ അങ്ങ് ഇറങ്ങട്ടേന്നേ. ശേഷം നമ്മുടെ സ്ഥിരം പരിപാടി: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് മൂത്ത് വരിക കേട്ടോ. അതിനുശേഷം നമ്മുടെ തക്കാളിക്കൂട്ടനെ ചേർക്കുക. തക്കാളിയും മുളകും കൂടി നന്നായി വഴന്നു വരുമ്പോൾ വരുന്നു പുതിയൊരു ഐറ്റം: നമ്മുടെ വെള്ളം. ഞാൻ വെള്ളം ചേർക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ചേർക്കാറില്ല, പക്ഷെ വെള്ളം ചേർക്കുമ്പോഴാണ് എനിക്ക് ആ ഫിഷ് പിക്കിളിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. മസാല ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മുടെ ഫ്രൈഡ് ട്യൂണ ആഡ് ചെയ്യുക. എങ്ങനെയിരിക്കുന്നു? ഇങ്ങനെയിരിക്കും. ഈ അവസ്ഥയിൽ ട്യൂണക്കുട്ടിനെ നല്ലപോലെ തണുക്കാൻ അനുവദിച്ച ശേഷം വിനേഗറും കായം, ഉലുവാപ്പൊടി ആഡ് ചെയ്യുക. കായം ഓപ്ഷണലാണ് കേട്ടോ. വെള്ളം ആഡ് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കല്ലേ ചക്കരെ. ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ആഹാ, എന്തൊരു സന്തോഷം! ഒരു ഫിഷ് പിക്കിൾ ഇട്ടാൽ ഇത്രയും സന്തോഷം കിട്ടുമോ മനുഷ്യന്? കിട്ടും.